പ്രിയ സഹോദരനെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം പറഞ്ഞു. അതിനായി യേശു മഹാരാജാവ് ഒരിക്കൽ കൂടി അനുവദിച്ചതിന് ഓർത്ത് നന്ദി വരുന്നു. ആമേ. പ്രിയ സഹോദരനെ, നമ്മൾ ഓണാഘോഷത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുകയാണ്. ധാരാളം വിഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നു. അതിൻ്റെ നിഗമനത്തിൽ നാം എത്തുന്നു. അതിനെ സംബന്ധിക്കുന്ന വ്യക്തമായ ഒരു കാഴ്ചപ്പാടെടുക്കുവാൻ ഓരോ വ്യക്തിയുടെയും വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അതീന്ദ്രിയ ജ്ഞാനതലത്തിലെ ദൈവിക ജ്ഞാനത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ വ്യക്തിയും തീരുമാനങ്ങൾ എടുക്കട്ടെ. ഇത്രയും വിദ്യാഭ്യാസവും വിവരമുള്ള സഭയും ജനങ്ങളും ലോകവും കേരളവും ഉള്ളപ്പോഴും ഇതൊക്കെ അതിൻ്റേതായ ആത്മീയതലത്തെ ഗ്രഹിക്കാതെ അത് സ്വന്തമായ നിഗമനത്തിൽ കൂടെ കടന്നുപോയി അതിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവർ ചെയ്തു കൊള്ളട്ടെ. കാരണം ഇനി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല. ഇപ്പോഴും രണ്ടഭിപ്രായമാണ് സഭയിൽ നിന്ന് പൊന്തി വരുന്നത്. അനുകൂലമായിട്ട് സംസാരിക്കുന്ന വൈദികർ, അത് ശരിയല്ല, അത് ആഘോഷിക്കരുതെന്ന് പറയുന്ന മറ്റു കുറേ വൈദികർ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ദൈവാത്മാവ് എന്നിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആഴമനുസരിച്ച് ഓരോ പ്രവർത്തിക്കട്ടെ. അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് വേണ്ടി കർത്താവ് പറയുന്ന ചില ഒരു വചനത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇപ്രകാരമാണ്. അത് മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 24-ാം തിരുവചനം മുതൽ നമ്മൾ പഠിച്ചാലേ മനസ്സിലാക്കുള്ളൂ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിച്ചു വരുമ്പോൾ 24-ാമത്തെ തിരുവചനത്തിലേക്ക് വരുമ്പോൾ അവിടെ സർവശക്തനായ ദൈവം ഈ കാലഘട്ടത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഓണാഘോഷത്തെക്കുറിച്ച് നമ്മൾ കേട്ടല്ലോ. അപ്പോൾ കർത്താവിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞ ചില വചനങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. അതിങ്ങനെയാണ്: നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, അത് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. പ്രിയപ്പെട്ട സഹോദരൻ, ഇത് വളരെ ഗഹനമായ ഒരു വിഷയമാണ്. ഇത് നേരിട്ടൊന്നും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. അല്ലെങ്കിൽ ഒരു ധ്യാന സെൻറ്ററിൽ നിന്നോ അല്ലെങ്കിൽ ഒരു ഇടവക വൈദികരിൽ നിന്നോ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അറിവിൻ്റെ തലത്തിൽ കൂടെയുള്ള പ്രസംഗങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. അതിൻ്റെ അറിവിൻ്റെ തലമാണ് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. അവരാദ്യം പറയും എന്തായിരിക്കും, വലിയ വെള്ളപ്പൊക്കം വന്ന് ഞാൻ എൻ്റെ വീട് പാറമേൽ പണിതില്ലായിരുന്നു, മണലിലാണ് പണിത്. മണലിലേക്ക് തിരമാലടിച്ച് കയറിയപ്പോൾ മണൽ ഒലിച്ചു പോയി, അതുകൊണ്ട് എന്ത് സംഭവിച്ചു, എൻ്റെ വീട് വീണുപോയി എന്നൊക്കെ നമ്മൾ പറയും. അതിനുശേഷം വേണേൽ പറയും കുടുംബത്തിൽ വലിയ കലഹമുണ്ടായി, അല്ലെങ്കിൽ സാമ്പത്തിക ക്ലേശമുണ്ടായി, അപ്പോൾ അവർ പോയി ആത്മഹത്യ ചെയ്തു, അങ്ങനെ ആ ഭവനം വീണുപോയി. അത് മണൽപ്പുറത്തായിരുന്നു പണിത്, അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലായിരുന്നു, ക്രിസ്തുവിലായിരുന്നു അടിവെച്ച് നിന്നെങ്കിൽ അവർക്ക് പ്രശ്നമില്ലായിരുന്നു എന്നൊക്കെ ഒരർത്ഥത്തിൽ നമ്മൾ കേട്ടാക്കാം. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു സത്യമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അപ്പോൾ പാറ എന്താണ്, മണൽ എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യം നമുക്കില്ല. അതന്നെ അറിവിൻ്റെ തലത്തിലുണ്ട്. എന്നാൽ അതിൽ തന്നെ ഒരു അറിവ് കൂടെ പറഞ്ഞാൽ, പാറ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാ പ്രവാചകൻ മുതൽ പറഞ്ഞു വരുമ്പോൾ അടിസ്ഥാന ശിലയാണെന്നും യേശു ക്രിസ്തുവാകുന്ന ശില, ഈ ശില ആരുടെ മേൽ വീഴുന്നുവോ അവൻ ധൂളിയാകും. ധൂളിയാകുന്ന യേശു ക്രിസ്തു ആരുടെ മേൽ നിബന്ധിക്കുന്നു അവൻ ധൂളിയാകും. ആ വ്യക്തി യേശുവിൽ തട്ടിയാലും ധൂളിയാകും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, യേശു ക്രിസ്തു ആകുന്ന പാറ, ആ പാറയെക്കുറിച്ച് പത്രോസേ നീ പാറയാവുന്ന ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പാറ പോലെ ഉറപ്പുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് യേശു ക്രിസ്തു.
അപ്പോൾ യേശുക്രിസ്തു ആകുന്ന പാറമേൽ ഭവനം പണിതാൽ അതിന് ആഴത്തിൽ പാറയുടെ പുറത്ത് തന്നെ ആഴമായ വാനം മാന്തി ബലിഷ്ഠമായി പണിയുന്നു എന്നാണ് അതിനർത്ഥം വന്നിരിക്കുന്നത്. അപ്പോൾ അത് മണൽത്തിട്ടയിൽ പണിത് എന്ത് സംഭവിക്കും നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് ഈ മണൽത്തിട്ടയും ഈ പാറയും തമ്മിലുള്ള വ്യത്യാസത്തെ തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഈ കാലഘട്ടത്തിലെ അർത്ഥം നമ്മൾ കിട്ടണം. അല്ലാതെ നമ്മളിപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാലഘട്ടത്തിലെ അർത്ഥം എടുത്താൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഇപ്പോൾ മനസ്സിലാകില്ല, അല്ലെങ്കിൽ നമ്മളത് അതല്ല മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏതാണ് പാറയെന്നും ഏതാണ് മണൽ എന്നും വിശദമായി നമ്മൾ അറിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്ന് പറയുന്ന അടിസ്ഥാനം പാറയാണെന്നും പാറയുടെ ശക്തിയുണ്ടെന്നും അതിനെ തകർക്കാൻ ആരെക്കൊണ്ടും ഇതുവരെ സാധിച്ചിട്ടില്ലെന്നും ഇനിയൊട്ടൊരു വ്യക്തിക്കും സാധിക്കില്ലെന്ന് നമുക്ക് വ്യക്തമായി അറിയാം. എന്നാൽ ഈ മണൽ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. അപ്പോൾ യേശുക്രിസ്തു ആകുന്ന പാറയുടെ ഉറപ്പും മണലാകുന്ന മണൽത്തിട്ടയുടെ ഉറപ്പിനെയും തമ്മിലുള്ള വ്യത്യാസത്തെ ഗ്രഹിക്കണമെങ്കിൽ നമ്മളത് എങ്ങനെ മനസ്സിലാക്കണമെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ക്രിസ്തു ഉറപ്പുള്ളതാണെങ്കിൽ അതിൻ്റെ മണൽ എന്ന് പറയുന്നതാണ് ഇന്നത്തെ സഭ, നമ്മുടെ കത്തോലിക്ക സഭ. നമ്മൾ ആദിമ കത്തോലിക്ക സഭയും നമുക്ക് എടുത്തു വയ്ക്കാൻ നമുക്ക് മനസ്സിലാവും. ആദിമ കത്തോലിക്ക സഭയും യേശുവിൻ്റെ ഉറപ്പും തമ്മിലൊരു തുല്യതയുണ്ടായിരുന്നു. ആദിമ കത്തോലിക്ക സഭയാകുന്ന അപ്പസ്തോലന്മാർ, അവരുടെ സുവിശേഷ പ്രഘോഷണങ്ങൾ, അതിനകത്തെ അപ്പമുറിക്കൽ ശുശ്രൂഷകൾ, അതിനകത്തെ കൂട്ടായ്മകൾ, അതിനകത്തെ ഐക്യം, അതിനകത്തെ ഒരേ വിചാരം, ഒരേ പ്രാർത്ഥന, ഒരേ കാഴ്ചപ്പാട്, ഒരേ സാമ്പത്തിക മേഖല, ഒരേ വിദ്യാഭ്യാസം, ഇങ്ങനെ ഇതെല്ലാം ഒരു തുല്യതയുണ്ടായിരുന്നു. അതത്രമാത്രം ബലിഷ്ഠവും ശക്തവുമായിരുന്നു. ആ ആദിമസഭയെ തകർക്കാൻ ആരെക്കൊണ്ടും സാധിച്ചിരുന്നില്ല. കാരണം അന്നത്തെ ധാരാളം ആളുകളെ ഒരുപാട് രക്തസാക്ഷിത്വമായി കൊന്നു, അവരിൽ രക്തസാക്ഷിത്വം വഹിച്ചു, ധീരതയോടെ ചെറുത്തുനിന്നു. അന്നത്തെ റോമ സാമ്രാജ്യത്തിന് പോലും യേശുക്രിസ്തു ആകുന്ന ആ സഭയെ തകർക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ആ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നത്. എന്നാൽ അവിടുന്ന് വന്നിട്ട് 3 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആദിമസഭയുടെ സ്വഭാവം മാറുകയും അത് പതുക്കെ പതുക്കെ യേശുക്രിസ്തു ആകുന്ന അടിസ്ഥാനത്തിന് മാറി സഭയാകുന്ന ചില തട്ടുമുട്ട് സംവിധാനങ്ങളിൽ, ആ തട്ടുമുട്ട് സംവിധാനങ്ങളിൽ യേശുക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുകയും അതിൻ്റെ ഉറപ്പും ബലവും കുറയുകയും ചെയ്തു. അങ്ങനെ കുറഞ്ഞു വന്ന് ഇപ്പോൾ സഭ ആകുന്ന ഈ മണൽത്തിട്ട എവിടെയാണ് എത്തി നിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് യേശുക്രിസ്തുവും ഇന്നത്തെ സഭയും തമ്മിലുള്ള വ്യത്യാസം. ഒന്ന്, യേശുക്രിസ്തു പാറയാണെങ്കിൽ സഭ മണൽത്തിട്ടയാണ്. അതുകൊണ്ടാണ് കർത്താവ് ഇത്ര വ്യക്തമായിട്ട് ചില കാര്യം പറ്റി. ഇനി അത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ താരതമ്യത്തെ നമ്മൾ അറിവിൻ്റെ തലത്തിലും ജ്ഞാനത്തിൻ്റെ തലത്തിലും മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ജ്ഞാനത്തിൻ്റെ തലമാണ് യേശുക്രിസ്തു പാറയാവുന്നു, അതിൻ്റെ സഭയാകുന്ന സംവിധാനമാണ് ഇന്നത്തെ മണൽത്തിട്ട മനസ്സിലാക്കുന്നത്. അത് വെളിപാടിൻ്റെ കേസിൽ പറയുമ്പോൾ അവൻ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു എന്നൊരു വചനം കൂടെ വെളിപാടിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ മണൽത്തിട്ട, ഞാൻ എൻ്റെ ക്ലാസ് ഇട്ടു, എൻ്റെ വീഡിയോ കിടപ്പുണ്ട്. നമ്മുടെ ആത്മാവ് മണൽത്തിട്ട പോലെ ജീവനില്ലാത്ത സ്ഥലമായിട്ട് മാറിക്കഴിഞ്ഞാൽ അവിടെ എന്തു സംഭവിക്കും? നിത്യജീവൻ, വിശുദ്ധിയുടെ ജീവൻ, ജ്ഞാനത്തിൻ്റെ ജീവൻ, സംശുദ്ധിയുടെ ജീവൻ, വിവേകത്തിൻ്റെ, നീതിബോധത്തിൻ്റെ, ധാർമ്മിക മൂല്യത്തിൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്നും ആ നഷ്ടപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കുക? അത് മരണമാണെന്നും അതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലെ മാറേണ്ടതും ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൽ ആഴപ്പെടേണ്ടതുമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ഇതിന് മുമ്പ് മണൽത്തിട്ടയെക്കുറിച്ച് വന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ക്രിസ്തുവാകുന്ന പാറയിലാണോ സഭയാകുന്ന മണൽത്തിട്ടയിലാണോ ഉള്ളത് എന്ന് പഠിക്കാനുള്ളൊരു അവസരമാണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ വചനങ്ങൾ ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അവിടെ ഒരു വിവേകത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ വിവേകത്തെ മനസ്സിലാക്കുമ്പോഴാണ് ക്രിസ്തുവും സഭയും തമ്മിലുള്ള വ്യത്യാസമാണ് മനസ്സിലാവുന്നത്. നമ്മൾ ചിന്തിക്കും സഭ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചപ്പാടല്ലേ, സഭ പാറ പോലെ ഉറച്ചു നിൽക്കുന്നതല്ലേ. അപ്പോൾ ആ സഭയുടെ ആ പാറമേൽ പണിത ഞാനാകുന്ന എൻ്റെ സംവിധാനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ? ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. 2000 വർഷം പഴക്കമുള്ള കത്തോലിക്ക സഭയല്ലേ. ഈ സഭയ്ക്ക് എന്തെങ്കിലും സഭ മണൽത്തിട്ട പോലെയാണോ? മണൽത്തിട്ട പോലെ അല്ലല്ലോ, ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ഇനി അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് 3 കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മളതിൻ്റെ വ്യക്തമായി മനസ്സിലാക്കുന്നത്. ഒന്ന്,
മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി. ഈ 3 കാര്യങ്ങളാണ് വ്യക്തമായിട്ട് പറയുന്നത്. അതിൻ്റെ ഡയറക്റ്റുള്ള അർത്ഥം, നേരിട്ടുള്ള അർത്ഥം എന്ന് പറയുമ്പോൾ നമുക്ക് മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി. മഴ പെയ്താൽ വെള്ളപ്പൊക്കം, നമ്മുടെ കേരളത്തിൽ വെള്ളപ്പൊക്കം സർവ്വസാധാരണമാണെന്നും അതിലൂടെ ഉരുൾപൊട്ടലുണ്ടാകുന്നുണ്ടെന്നും ആളുകൾ മരിക്കുന്നുണ്ടെന്നും നമുക്ക് അറിവിൻ്റെ തലത്തിൽ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യമാണ്. എന്നാൽ സർവശക്തനായ ദൈവം ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ചും 2000 ആണ്ടിന് ശേഷമുള്ള ഈ കാലഘട്ടത്തിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് ദൈവം അഥവാ യേശു അഥവാ പരിശുദ്ധാത്മാവ് അർത്ഥമാക്കുന്ന വെള്ളപ്പൊക്കം അല്ല ഈ വെള്ളപ്പൊക്കം. അവിടെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ വെള്ളപ്പൊക്കത്തെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ബഹിരാകാശത്തേക്ക് കയറിപ്പോകണം. ബഹിരാകാശത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് മഴ പോലെ താഴേക്ക് വരുന്ന പ്രോഗ്രാമുകൾ, അതിൻ്റെ ഒരു സാധനമാണ് ഈ മൊബൈൽ ഫോൺ, അതിൻ്റെ മറ്റൊരു സാധനമാണ് ടെലിവിഷൻ, അതിൻ്റെ മറ്റ് വിവിധ മോഡലുകളാണ് നമ്മുടെ ലാപ്ടോപ്പുകൾ, ടെലിവിഷനുകൾ, പത്രമാസികൾ, ഇന്നത്തെ മറ്റ് ചില രാഷ്ട്രീയ സംവിധാനങ്ങൾ, സിനിമകൾ എല്ലാം അതിനോട് ചേർന്ന് വരും. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ഒറ്റവാക്കി പറയാം, അല്ലെങ്കിൽ നമ്മൾ ഇത്രയും വിശദമായിട്ട് പറയാം. അപ്പോൾ ഇതിലേതാണ് മഴ? ആ മഴ മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം, മൊബൈൽ ഫോൺ എടുത്തിട്ട് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ അതിനകത്തേക്ക് മേലേക്ക് തട്ടിയാലും താഴേക്ക് തട്ടിയാലും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ചാനലുകൾ ഇങ്ങനെ ചാടി വരുന്നതാണ്. അതിനകത്തെല്ലാം ധാരാളം ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, അതിനകത്തെല്ലാം ധാരാളം പ്രോഗ്രാമുകളുണ്ട്, പരിപാടികളുണ്ട്, ജനങ്ങളുണ്ട്, ആശയങ്ങളുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, കോമഡിയുടെ പരിപാടികളുണ്ട്, സിനിമയുടെ പരിപാടികളുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങളുണ്ട്, സുവിശേഷമുണ്ട്, കുർബാനയുണ്ട്, ധ്യാനങ്ങളുണ്ട്, ഡാൻസുകളുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, അതിൻ്റെ കാൽക്കുലേഷൻസിലുണ്ട്, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമുണ്ട്, എന്തെല്ലാം വിദ്യാഭ്യാസം. ഇങ്ങനെ മഴ പോലെ പരിപാടികൾ ആകാശത്തു നിന്ന് ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ ഈ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തു സംഭവം ഉണ്ടാകുമെന്നാണ് കർത്താവ് പറയുന്നത്? വെള്ളപ്പൊക്കമുണ്ടാവും. അതിൽ ഈ സംവിധാനങ്ങൾ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ ഹൃദയത്തിൽ എന്തു സംഭവിക്കുന്ന രണ്ടാമത്തെ പ്രശ്നമാണ് വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം, ഇതിന് നമ്മൾ എന്തുമാത്രം പണമാണ് ഈ വെള്ളപ്പൊക്കം പോലെ ഉണ്ടാകുന്ന ഈ പരിപാടികൾക്ക് വേണ്ടിയിട്ട് എന്തുമാത്രം പണമാണ് നമ്മൾ കൊടുക്കുന്നത്? വെള്ളം പോലെ പണം. അതായത് 800 കോടി ജനം, 800 കോടി, അതിന് 300 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 800 × 300 എന്ന് വെച്ച് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ എത്ര കോടാനുകോടി വെള്ളം പോലെ, ഒരു സമുദ്രം പോലെയാണ് എൻ്റെ പണം നമ്മൾ മുടക്കുന്നത്. ഈ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായി എന്ന് പറയുമ്പോൾ എന്താണ് സംഭവം? മഴയാകുന്ന ഈ പരിപാടികൾ എൻ്റെ ഹൃദയത്തിലേക്ക് കയറി വന്നിട്ട് എന്നിലൊരു വെള്ളപ്പൊക്കം ഉണ്ടാക്കുന്നുണ്ടോ? ഇതിൻ്റെ നിഗൂഢ ജ്ഞാനമാണ് ഞാൻ പറയുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നും ഈ മഴ പെയ്യാത്ത വീടുകൾ ഇന്നും കേരളത്തിലും സഭയിലും ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ക്രിസ്തുവിൽ പണിയപ്പെട്ട വീടുകൾ ഈ കേരളത്തിലോ ഈ സഭകളിലോ ആഗോള സഭയിലോ ഉണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ നിഗൂഢത മനസ്സിലാവും. ഉദാഹരണം പറഞ്ഞാൽ, പ്രിയപ്പെട്ട, ഈ മൊബൈൽ ഫോൺ ഇല്ലാതെ, ടച്ച് ഫോൺ ഇല്ലാതെ, പ്രത്യേകിച്ചും ഒരു നോക്കിയയുടെ അല്ലെങ്കിൽ പഴയ 20 വർഷം പഴക്കമുള്ള ചെറിയൊരു ഫോണ് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ്റെ കയ്യിൽ ഞാൻ കണ്ടു. അദ്ദേഹം പറയുണ്ടായി, ഇത് 20 വർഷം പഴക്കമുണ്ട്, എനിക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഇത് അത്യാവശ്യം കോള് വന്നാലെടുക്കാം, വിളിക്കാം, അത്ര മാത്രമേ ഇതിൻ്റെ ഉപയോഗമുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു മഴയുടെ ഇരമ്പൽ ഉണ്ടായിട്ടില്ല, മഴ പെയ്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഒരു മഴയും കടന്നു ചെന്നിട്ടില്ല, ഒരു സിനിമയുടെ സീരിയലിൻ്റെ മഴ അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല, മൊബൈൽ ഫോണാകുന്ന ആ സംഭവത്തിൽ കൂടെയുള്ള ഒരു മഴയും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്നിട്ടില്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യത്തിൽ മഴ പോലെ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്, അദ്ദേഹം നല്ല ക്രിസ്തു വിശ്വാസിയാണ്, അദ്ദേഹം ഡെയിലി ദിവസവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്ന ആളാണ്, അദ്ദേഹം ഒരു ശുശ്രൂഷകനാണ്, ഒരു ധ്യാന സെൻറ്ററിൽ കൗൺസിലിങ്ങിനൊക്കെ ആയിട്ട് പോകുന്നൊരു സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ നല്ലൊരു മൊബൈൽ ഫോൺ വാങ്ങി അത് ഉപയോഗിക്കാത്തത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എൻ്റെ കൗൺസിലിംഗ് ശുശ്രൂഷകൾക്കൊക്കെ അത് തടസ്സമാകും, പല കാര്യങ്ങളും അത് കാണുമ്പോൾ എനിക്ക് തടസ്സമായിട്ട് വരുന്നതായിട്ട്, എൻ്റെ ആത്മാവിന് അതൊക്കെ തടസ്സമായിട്ട് വരുന്നു, അപ്പോൾ എൻ്റെ വിശുദ്ധിക്ക് തടസ്സമായിട്ട് വരുന്നു, അതുകൊണ്ട് അതെനിക്ക് വേണ്ട, അത് ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ആ മഴ അദ്ദേഹത്തിൻ്റെ മേൽ പെയ്തിട്ടില്ല. ആ മഴ പെയ്താൽ എന്ത് സംഭവിക്കും? വെള്ളപ്പൊക്കമുണ്ടാവും. ഇനി ആ വെള്ളപ്പൊക്കം ഏതാണ്? അത് പഠിക്കുമ്പോഴാണ് നമ്മൾ അതിൻ്റെ നിഗൂഢ ജ്ഞാനത്തിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ മക്കൾ, കേരളത്തിലെ കുറേ മക്കൾ
ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കഴിഞ്ഞു, എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് തോന്നി ജർമ്മൻ ഭാഷ പഠിക്കണമെന്ന് തോന്നി. ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. അത് പാസ്സായി. അങ്ങോട്ട് ജർമ്മനിലേക്ക് കയറിപ്പോയി. കുറച്ച് പേര് UK പോയി, കുറച്ച് പേര് കാനഡ, അമേരിക്കയിലേക്ക് പോയി. അവിടെയൊക്കെ ചെന്ന് ഒരു 10 വർഷം കഴിഞ്ഞ് ആ മക്കൾ, ആൺകുട്ടികളോ പെൺമക്കളോ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അവരെ വന്ന് കല്യാണം അവിടുന്ന് തന്നെ ആയിരിക്കും കല്യാണം കഴിക്കുക. അതല്ലെങ്കിൽ അവിടുന്ന് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്, ഇവിടെ നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ അവരുടെ വിവാഹത്തിൻ്റെ വസ്ത്ര സംവിധാനങ്ങൾ, വിവാഹത്തിൻ്റെ ആഡംബരങ്ങൾ, അവർ നടക്കുന്ന സ്റ്റൈല്, അവർ സംസാരിക്കുന്ന ഭാഷകളിലൊക്കെ എന്താണ് നമ്മൾ കാണുന്നത്? ആ രാജ്യമാകുന്ന ജനക്കൂട്ടത്തിൻ്റെ, കടൽ പോലെയുള്ള ആ ജനക്കൂട്ടത്തിൻ്റെ വെള്ളപ്പൊക്കത്തിൽ പൊങ്ങി നിൽക്കുന്ന അഹങ്കാരത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും അതിൻ്റെ വലിയ ആഡംബരത്തിൻ്റെ പ്രൗഢിയുടെയും ഒക്കെ മേഖലകളിലുള്ള ശാരീരിക വസ്ത്രങ്ങൾ ധരിച്ചും സംസാര ശൈലികൾ രൂപപ്പെടുത്തിയും വീടുകളുടെ മോഡലുകൾ മാറ്റിയും ഒക്കെ ആ വെള്ളപ്പൊക്കം നമ്മുടെ വീട്ടിലും വെള്ളപ്പൊക്കമായിട്ട് മാറി. അപ്പോൾ നമ്മൾ ചിന്തിക്കും, അങ്ങനെയല്ലേ എല്ലാവരും പോയിട്ട് പണമുണ്ടാക്കി ജീവിക്കുന്നത്? അതിനെന്താണ് തെറ്റ്? അതിലൊരു പ്രശ്നമില്ലല്ലോ, അതിനത്ര കുഴപ്പമില്ലല്ലോ. അങ്ങനെ ആകുമ്പോൾ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? ഇതെല്ലാവരും സ്വാഭാവികമല്ലേ, ഈ ലോകം മുഴുവൻ അങ്ങനെയല്ലേ? അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി. ഇനി വരുന്നൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ട്. ആ കാറ്റ് എന്താണെന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയാൻ പ്രിയപ്പെട്ടവരെ. നമ്മളിവിടെ 2 പോയിന്റുകൾ നിങ്ങൾ മനസ്സിലാക്കുക. ഈ കർത്താവ് അർത്ഥമാക്കുന്ന മഴ എന്ന് പറയുന്നത്, ഈ കർത്താവ് അർത്ഥമാക്കുന്ന വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, ഈ കാണുന്ന ഒരു വരൾച്ചയും അതിനുശേഷം വലിയ വെള്ളപ്പൊക്കമുണ്ടായിട്ട്, നമ്മുടെ കേരളത്തിലെ വെള്ളപ്പൊക്കം വലിയ പ്രശ്നം ഉണ്ടായിട്ട് ഒത്തിരി വീടുകൾ മറിഞ്ഞു വീണു, ഉരുൾപൊട്ടലുണ്ടായി, അതിനുശേഷം ആൾക്കാർ മരിച്ചു. ആ വെള്ളപ്പൊക്കമോ ആ മഴയോ അല്ല പ്രിയ സഹോദരങ്ങളെ. നിങ്ങൾ നേരിട്ട് അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾക്കതിൻ്റെ നിഗൂഢാർത്ഥങ്ങൾ, ദൈവം അർത്ഥമാക്കുന്ന നിഗൂഢാർത്ഥങ്ങൾ മനസ്സിലാവുകയില്ല. മഴ പെയ്തു എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഇൻ്റർനെറ്റ് പോലത്തെ സംവിധാനത്തിൽ കൂടെ ഓരോ ഭവനത്തിലേക്കും മഴ പോലെ കടന്നു വരുന്ന ദുഷ്ടാരൂപികൾ, ദുരാത്മസേനകൾ, പൈശാചി വ്യൂഹങ്ങൾ, തെറ്റായ കാഴ്ചപ്പാടുകൾ, വിശ്വാസത്തെയും വിശുദ്ധിയെയും വ്യതിചലിപ്പിക്കാൻ കഴിയുന്ന ആശയങ്ങൾ, കാഴ്ചപ്പാടുകൾ, അതിൻ്റെ ഭക്ഷണ സംവിധാനങ്ങൾ, അതിൻ്റെ വസ്ത്ര സംവിധാനങ്ങൾ, അതിൻ്റെ ആഡംബരങ്ങൾ, അതോടനുബന്ധിച്ച് വരുന്ന മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലുള്ള മാറ്റങ്ങൾ, കുടുംബ ബന്ധങ്ങളെ ശൈഥല്യമാക്കുന്ന, വിവാഹ ജീവിതത്തെ തകർക്കുന്ന, വിശുദ്ധിയും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്ന, കൂതാശകളിലെ വിശുദ്ധിയിൽ നിന്ന് അകന്നു പോകുന്ന, ഇപ്പോൾ നമുക്കറിയാം കേരളത്തിൽ മാതാപിതാക്കന്മാരെ കൊല്ലുന്ന സംവിധാനങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതിന് മത്തായി സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മക്കൾ മാതാപിതാക്കന്മാരെ വധിക്കും എന്ന് അപ്പസ്തോലപ്രവൃത്തി മത്തായിയുടെ സുവിശേഷം 24-ാമത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അത് കണ്ണുകൊണ്ട് കാണുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് മാതാപിതാക്കന്മാരെ കൊല്ലുന്ന മക്കൾ ഒരു ഭവനത്തിൽ രൂപം പ്രാപിക്കുന്നത്? അവരുടെ ഹൃദയത്തിൽ മറ്റേതോ മഴ പെയ്തിട്ടുണ്ട്, ദുഷ്ടാരൂപിയുടെ മഴ പെയ്തിട്ടുണ്ട്. അതവർ ഐഫോൺ വാങ്ങാനും ബൈക്ക് വാങ്ങാനുമാണ് അപ്പനോട് പൈസ ചോദിച്ചത്. അപ്പം പൈസ കൊടുത്തില്ല, അപ്പോൾ തന്നെ അപ്പനെ വെട്ടിക്കൊന്നു, അമ്മയും വെട്ടിക്കൊന്നു. അപ്പോൾ ഏത് മഴയാണ് അവിടെ പെയ്തത്? ക്രിസ്തുവാകുന്ന ആ പാറമേൽ അടിയുറച്ച ഒരു വിശുദ്ധിയുടെ, ഒരു ജ്ഞാനത്തിൻ്റെ, ഒരു വിവേകത്തിൻ്റെ, ഒരു സത്യസന്ധതയുടെ, ഒരു യേശു ക്രിസ്തു ഏകസത്യ ദൈവമാണ്. അത് ക്രിസ്തുവാണ്, ആ ദൈവമാണ്. ആ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. ആ ദൈവത്തിൻ്റെ രണ്ടാം വരവിൻ്റെയും രണ്ടാമത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെയും കാലഘട്ടമായി എന്ന് മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഈ ക്രിസ്തുവിൽ പണിതുയർത്തപ്പെട്ട ആ പാറമേൽ, ക്രിസ്തുവാകുന്ന പാറമേൽ അടിത്തറയിട്ട് ബലപ്പെട്ട് ഭക്തിയും വിശ്വാസവും വിശുദ്ധിയും നീതിയും സത്യസന്ധതയും ധാർമ്മിക മൂല്യവും ദൈവിക പ്രമാണങ്ങളും പാലിക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തിൽ എന്തു സംഭവിക്കും? അവിടെ ഒന്നും സംഭവിക്കില്ല. അവിടെ സംഭവിക്കുന്നത് പ്രാർത്ഥനയാണ്, സ്നേഹമാണ്, ഐക്യമാണ്, വിശുദ്ധിയാണ്, വിവേകമാണ്, നീതിബോധമാണ്, സത്യസന്ധതയാണ്, അഭിവൃദ്ധിയാണ്, പുരോഗതിയാണ്, സന്തോഷമാണ്, ആനന്ദമാണ്, കുടുംബത്തിൻ്റെ ഐക്യമാണ്, അത് സഭയുടെ വളർച്ചയുമാണ്. എന്നാൽ ഇന്ന് കാണുന്ന ഏത് മഴ പെയ്തപ്പോഴാണ് എവിടെ വെള്ളപ്പൊക്കമുണ്ടായത്? അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ട സഹോദരരെ, നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ കേൾക്കുന്ന അർത്ഥങ്ങളെ വെച്ച് വിശുദ്ധ ഗ്രന്ഥം വ്യാഖ്യാനിച്ച് പഠിച്ചാൽ നാം എത്തപ്പെടുന്നത് മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു പറഞ്ഞത്. അതിൻ്റെ ക്ലാസ് നിങ്ങൾക്ക് നാളെ തരാം. പ്രിയപ്പെട്ടവരെ, ഏത് മഴയാണ് ഇപ്പോൾ നിൻ്റെ വീട്ടിൽ പെയ്തുകൊണ്ടിരിക്കുന്നത്? ഏത് മഴയ്ക്ക് വേണ്ടിയാണ് നീ പണം മുടക്കിക്കൊണ്ടിരിക്കുന്നത്?
ഏത് മഴ പെയ്തപ്പോഴാണ് നിന്റെ കുടുംബജീവിതത്തിൽ വിള്ളലുണ്ടായത്, നിന്റെ വിശ്വാസ ജീവിതത്തിൽ നിനക്ക് വ്യതിചലിക്കേണ്ടി വന്നത്, നിന്റെ വിശുദ്ധിയുടെ അളവിൽ കുറവ് വന്നത്, നിന്റെ ദാമ്പത്യ ബന്ധത്തിൽ പൊരുത്തക്കേട് വന്നത്, നിന്റെ സഹോദരന്മാരുടെ ബന്ധനങ്ങളിൽ വിള്ളൽ വീണത് എപ്പോഴാണ്? മാതാപിതാക്കന്മാരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ട സ്ഥാനത്ത് അവരെ കൊല്ലുകയും അവരെ ധിക്കരിച്ചുകൊണ്ട് മറ്റ് അന്യമതസ്ഥരെ കല്യാണം കഴിച്ചു പോവുകയും വിജാതിരുടെ കൂട്ടത്തിലേക്ക് കയറിപ്പോവുകയും ചെയ്ത് വിശുദ്ധിയും വിശ്വാസവും നഷ്ടപ്പെട്ടെങ്കിൽ, സഭയ്ക്കും വേദനയും മംഗലമുണ്ടായെങ്കിൽ, ആ കർത്താവിൻ്റെ മഹത്വത്തെ തള്ളിപ്പറഞ്ഞെങ്കിൽ അവിടെ ഏത് മഴ പെയ്തു, ഏത് വെള്ളപ്പൊക്കമുണ്ടായി എന്ന് നമുക്ക് ഗ്രഹിക്കാൻ കഴിയണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള നേരിട്ടുള്ള അർത്ഥം വെച്ച് ചിന്തിച്ചാൽ ഇനി വരാനിരിക്കുന്ന വെള്ളപ്പൊക്കവും ഇനി വരാനിരിക്കുന്ന മഴയും ഇനി വരാനിരിക്കുന്ന കൊടുങ്കാറ്റും നിങ്ങൾ വിശ്വസിക്കുന്നതോ കണ്ടിട്ടുള്ളതോ കേൾക്കുന്നതോ അല്ല. പ്രിയ സഹോദരരെ, അവിടെ കർത്താവ് പറയുകയാണ്. എന്താ കർത്താവ് പറയുന്നത്? വ്യക്തമായിട്ട് ചിന്തിക്കണം. വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. അവിടെ വിവേകത്തിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. വിവേകം എന്ന് പറയുന്നത് അവിടെ എന്താണ്? വിവേചിച്ചറിയുന്നത്, വിശുദ്ധി ഏത് അശുദ്ധി ഏത് എന്ന് വിവേചിച്ചറിയുന്ന ഒരാത്മീയ തലത്തിലെ കാഴ്ചപ്പാട് നിന്നിൽ രൂപപ്പെട്ടു വന്നിട്ടില്ല എങ്കിൽ, നിന്റെ ആത്മാവിൽ അത് നിറഞ്ഞിട്ടില്ല എങ്കിൽ, നീ വൈദികനോ മെത്രാനോ കർദിനാളോ വചനപ്രോഷനോ ആരുമായിക്കൊള്ളട്ടെ, സാധാരണ ക്രിസ്ത്യാനി ഒരു മനുഷ്യനായിക്കോട്ടെ, ഈ വിശുദ്ധിയും അശുദ്ധിയും തിരിച്ചറിയുന്ന ഒരു വിവേകം നിന്നിൽ ക്രിസ്തു വിശ്വാസത്തിലൂടെ ഉരുത്തിരിയുന്നില്ലെങ്കിൽ, ക്രിസ്തുവാകുന്ന പാറമേൽ നിന്റെ വിശുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും സത്യസന്ധതയും നീതിബോധത്തിൻ്റെയും ആഴത്തിലുള്ള ബലിഷ്ഠമായ ആ വിശുദ്ധിയുടെ ശക്തി നിന്നിൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ, ഇതാ വരുന്നു, വലിയ മഴ വരുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ആ മഴ നിങ്ങൾ വിചാരിക്കുന്ന മഴയല്ല എന്ന് ഓർത്തു വെച്ചാൽ നല്ലത്. അത് ചെറിയ കാറ്റൊന്നുമല്ല, ചെറിയ വെള്ളപ്പൊക്കമൊന്നല്ല ഇനി വരാനിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന വെള്ളപ്പൊക്കമല്ല ഇനി സഭയുടെ മേൽ, ക്രിസ്ത്യാനിയുടെ മേൽ, വ്യക്തിയുടെ മേൽ, കുടുംബജീവിതത്തിന് മേൽ വീശാനിരിക്കുന്ന, പൊങ്ങാനിരിക്കുന്ന വെള്ളം. അത് നിങ്ങൾ വിചാരിക്കുന്ന അപ്പുറത്തേക്കാണ്. അത് അതിഭയാനകമായി. അതുകൊണ്ട് പ്രിയ സഹോദരരെ, നാം ഓണത്തെ ആഘോഷിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരം പരിപാടികളെ ചിന്തിക്കുമ്പോൾ, അത് കങ്കമായ സഭയിൽ ആഘോഷിക്കുമ്പോൾ, നിനക്കെതിരെ കർത്താവ് അഴിച്ചുവിടുന്ന ഒരു വെള്ളപ്പൊക്കമുണ്ട്. ആ വെള്ളപ്പൊക്കത്തിൽ നമ്മുടെ കത്തോലിക്ക സഭയാകുന്ന മണൽപ്പുറത്ത് പണിത മണൽ സഭ നശിച്ച് എന്നേക്കുമായിട്ട് അപ്രത്യക്ഷമാകുന്നൊരു സംഭവത്തിലേക്കാണ് ലോകം അടുത്തുകൊണ്ടുവരുന്നത്. ആ പശ്ചാത്തലത്തിലാണ് മണൽപ്പുറത്ത് പണിത മണൽ സഭ നശിക്കുന്ന കാലഘട്ടത്തിൻ്റെ വക്കിലെത്തിക്കുമ്പോഴാണ് ഇപ്പോൾ നമ്മുടെ ഇത്തരം ആഘോഷങ്ങളും അശുദ്ധ ചിന്തകളും അശുദ്ധ ദുഷ്പ്രേരണ കൊടുക്കുന്ന പ്രസംഗങ്ങളും വൈദികരുടെ ഭാഗത്ത് തന്നെ സഭയിലെ ജനങ്ങൾ കേൾക്കുമ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിനക്കെതിരെ വരുന്ന വെള്ളപ്പൊക്കവും നിനക്കെതിരെ വരുന്ന കൊടുങ്കാറ്റും നിനക്കെതിരെ വരുന്ന മഴയും അതിശക്തമായിരിക്കും. അത് സഭയാകുന്ന ആ സഭയുടെ മേൽ, അത് മണൽത്തിട്ടയിൽ പണിത സഭയാകുന്ന ആ സഭയുടെ ഭവനത്തിനു മേൽ ആഞ്ഞടിക്കുമ്പോൾ സഭ ആകുന്ന ആ ഭവനം തകർന്ന് തരിപ്പണമായി ശൂന്യമായി പോകുമെന്നുള്ളത് സംശയം വേണ്ട. അതുകൊണ്ട് അത് വെളിപാട് ഗ്രന്ഥത്തിൽ പറഞ്ഞ മറ്റൊരു വചനം നിങ്ങൾക്ക് നാളെ തരാം, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വെറുതെ ഒന്ന് പറയുകയല്ല. ഇതിൽ അന്തർലീനമായിരിക്കുന്ന ആത്മീയ തലങ്ങളുടെ ജ്ഞാനവശവും നിഗൂഢ ജ്ഞാനത്തിൻ്റെ കാര്യങ്ങളുടെ ഗ്രാഹ്യതയും അതിൻ്റെ ആത്മജ്ഞാനവും എല്ലാം നമ്മൾ മനസ്സിലാക്കി അതിൻ്റെ അതീന്ദ്രിയ ജ്ഞാനതലത്തിൽ കൂടെ കടന്ന് ചിന്തിച്ച് നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജ്ഞാനവും വിവേകം വളരണം. അതുകൊണ്ട് അവർ പറഞ്ഞ വിവേകമതിയായ മനുഷ്യ തുല്യനാകണം നമ്മൾ. പക്ഷേ നമുക്കിന്ന് എന്തു വിവേകമാണുള്ളത്? ഓരോണാഘോഷത്തിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് എത്രയോ വ്യക്തമായി വൈദികർ, ചില മെത്രാന്മാർ അല്ലെങ്കിൽ ചില വചനപ്രോഷകർ വ്യക്തമായിട്ട് സംസാരിക്കുന്നു. ധാരാളം ആളുകൾ ഓണം അക്രിസ്തവരുടേതാണ്, ഹൈന്ദവരുടേതാണ്, അത് അവരാഘോഷിച്ചു കൊള്ളട്ടെ, നല്ല കാര്യമല്ലേ. നമ്മൾ ക്രിസ്മസും ഈസ്റ്റർ നമ്മൾ ആഘോഷിക്കുന്നു, അത് നമുക്ക് സ്വന്തമാണ്, അത് നമുക്ക് ആഘോഷിക്കാം. ഇപ്പം റംസാനും ഈദുൽ ഫിത്തറും ഒക്കെ മുസ്ലിംസിനാണ്, അത് അവരാഘോഷിച്ചുകൊള്ളട്ടെ, അത് അവരെടുത്തുകൊള്ളട്ടെ, അത് അവർക്ക് ദൈവം കൊടുത്തതാണ്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങളുണ്ട്, നമുക്ക് വേണ്ടി തന്നിരിക്കുന്ന നമ്മുടെ സഭയ്ക്ക് വേണ്ടിയും സുവിശേഷത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ആഘോഷിക്കാനുള്ള എത്രയോ ആഘോഷങ്ങൾ നമുക്കുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ കർത്താവ് നിന്റെ വിവേകത്തെ ചോദ്യം ചെയ്യുന്ന, നിന്റെ വിവേകത്തിൽ അധിഷ്ഠിതമായ വിശുദ്ധിയുടെ ജ്ഞാനത്തെ ചോദ്യം ചെയ്യുന്ന തീക്കാറ്റും
അതിൻ്റെ വെള്ളപ്പൊക്കവും അതിൻ്റെ കൊടും മഴയും നീ വിചാരിക്കുന്ന ഒരു വെള്ളപ്പൊക്കമല്ല. കേരളത്തിലെ ചൂരൽമലയുണ്ടായ ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കമല്ല നിൻ്റെ മേൽ വരാനിരിക്കുന്നത്. അതുകൊണ്ടാണ് പ്രിയ സഹോദരനെ ഞാൻ പറഞ്ഞത്, നിൻ്റെ വിവേകത്തിൻ്റെ ആഴം വിശുദ്ധിയുടെ ആഴവും ജ്ഞാനത്തിൻ്റെ ആഴവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറച്ചെങ്കിലും കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനൊരു അച്ഛന, ഞാനൊരു മെത്രാന, ഞാനങ്ങ് കൽപ്പിക്കുക, നിങ്ങൾ ആഘോഷിച്ചെങ്കിലും ചെയ്ത് പറഞ്ഞാലൊന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിവേകം നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം. നമ്മളിൽ ഒരു വിവേകം വേണം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞേ, ഈ വചനങ്ങൾ ശ്രവിക്കുകയും അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുകയും എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യതുല്യനായിരിക്കും. അവിടെ ഒരു വിവേകത്തിൻ്റെ അവസ്ഥ. ആ പാറമേൽ പണിത വിവേകമതി. പാറയാകുന്ന ക്രിസ്തുവാകുന്ന പാറയന്മേലുള്ള വിശ്വാസത്തിന് പാറയുടെ ശക്തി ഉണ്ടാവണം. വിശുദ്ധിക്ക് പാറയുടെ ശക്തി ഉണ്ടായിരിക്കണം. ജ്ഞാനത്തിന് പാറയുടെ ശക്തി ഉണ്ടായിരിക്കണം. നമ്മളിലെ വിവേകത്തിന് പാറയുടെ ശക്തി ഉണ്ടാകണം. പാറയെ തകർക്കാൻ സാധ്യമല്ല. ഒരു കല്ലാണ് മറ്റൊരു കല്ലുകൊണ്ട് എടുത്ത് എറിഞ്ഞാൽ അത് ഉടഞ്ഞു പോകും. എന്നാൽ പാറമേൽ സാധാരണ രീതിയിലുള്ള ഒരു അഭ്യാസവും അവിടെ നടക്കുകയില്ല, നമുക്കറിയാം. അപ്പോൾ നിൻ്റെ വിവേകത്തിൻ്റെ ആഴം പാറ പോലെയുള്ളതാണെങ്കിൽ, നിൻ്റെ ജ്ഞാനത്തിൻ്റെ ആഴം പാറ പോലെയുള്ളതാണെങ്കിൽ, അതിനെതിരെ വരുന്ന ഏതൊരു മഴയും, ഏതൊരു ദുഷ്കാറ്റും, ഏതൊരു പൈശാചിക ശക്തികളും, ഏതൊരു ദുരാത്മ സേനകളും, ഏതൊരു തെറ്റിദ്ധാരണ പരത്തുന്ന വചനങ്ങളും, ഏതൊരു അസ്വസ്ഥ നിറഞ്ഞ കാര്യങ്ങളും നമ്മളെ അലട്ടുകയോ നശിപ്പിക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യാതെ വിവേകത്തിൻ്റെ ഒരു പരിശുദ്ധിയുണ്ട്. ആ പരിശുദ്ധി പിടിച്ചിരിക്കാൻ യേശു ക്രിസ്തു എന്ന പാറയ്ക്ക് മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രിസ്തുവിൽ നിന്നല്ലാതെ മറ്റൊന്നും ലഭിക്കുകയില്ല. അപ്പോൾ വരുന്ന മഴ, ഇനി അടുത്ത ക്ലാസ് നിങ്ങൾ പറഞ്ഞാൽ ഏതൊക്കെ മഴയാണ് നമ്മുടെ നേരെ വരാൻ പോകുന്നത്, ഇപ്പോൾ ഏതൊക്കെ മഴയാണ് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ അടുത്ത ക്ലാസ് തരാം. അതുവരെ കർത്താവായ യേശു ക്രിസ്തു നമ്മെ ഒരു സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.